നമസ്കാരം. ഭരണകൂടത്തിനെതിരെ അഥവാ ഭരണകൂടത്തിൻ്റെ നയവൈകല്യങ്ങൾക്കെതിരെ, ഭരണകൂടത്തിൻ്റെ തീവ്രതയ്ക്കെതിരെ, ഭരണകൂടത്തിൻ്റെ ഭീകര താണ്ഡവത്തിനെതിരെ പ്രതികരിക്കുന്ന മാധ്യമങ്ങളുടെ നാവരിഞ്ഞ് നിശബ്ദമാക്കുക എന്നുള്ളത് തന്നെയാണ് എക്കാലത്തും ലോകത്ത് എല്ലാ ഭരണകൂടങ്ങളുടെയും ഒരു രീതി. അതുതന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് സമീപകാല ദൃശ്യങ്ങൾ കാണുമ്പോൾ ബോധ്യമാകുന്നത്. ഈ അടുത്ത കാലത്ത്, കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ 15-ാം തീയതി കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബു തൂങ്ങി മരിച്ചിട്ട് അന്ന് മുതൽ ഇന്നോളം ആ മരണത്തെ സംബന്ധിച്ച് കേരളത്തിൽ ദുരൂഹതകൾ മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ആത്മഹത്യ ചെയ്യാനുള്ള യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിലോ അഥവാ അദ്ദേഹത്തിന്റെ കുടുംബ ജീവിതത്തിലോ ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും അദ്ദേഹത്തിന്റെ കുടുംബവും ഒരുപോലെ സാക്ഷ്യം ചെയ്യുമ്പോൾ പിന്നെ എങ്ങനെയാണ് നവീൻ ബാബു മരണപ്പെട്ടത് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് തന്നെയാണ്. ഇത്തരം കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്നതിൽ കേരള പോലീസിന് കൃത്യമായി വീഴ്ച പറ്റിയിരിക്കുന്നു. കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ വിഷയം അന്വേഷിച്ച് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ടും കേസ് ഡയറിയും, അതുപോലെ തന്നെ നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇൻക്വസ്റ്റ് റിപ്പോർട്ടും, പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലവും സർക്കാർ സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലവും എല്ലാം പരസ്പര വിരുദ്ധമാണ്. ഇവയിലെല്ലാം പറയുന്നത് പരസ്പരം ചേരാത്ത കാര്യങ്ങളാണ്. അതായത് പോലീസ് ഈ വിഷയവുമായി മുന്നോട്ട് പോയപ്പോൾ നവീൻ ബാബുവിന്റെ കേസ് അന്വേഷണത്തിൽ CPM-ന്റെ സ്ഥാപിത താല്പര്യക്കാരുമായി ചില ഒത്തുകളികൾ നടന്നിരിക്കുന്നു, ചില അട്ടിമറികൾ നടത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ADM നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് തള്ളിവിട്ട തരത്തിൽ നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിൽ വന്ന് സംസാരിച്ച PP ദിവ്യ ആ ചടങ്ങിലേക്ക് അവർ ക്ഷണിക്കാതെ കടന്നു വരികയായിരുന്നു. അവർ കടന്നു വന്നപ്പോൾ അവരുടെ കൂടെ ഒരു വീഡിയോഗ്രാഫറും ഉണ്ടായിരുന്നു. അവർ പ്രസംഗിച്ചത് അത്രയും നവീൻ ബാബുവിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളുടെ കഥകൾ തന്നെയായിരുന്നു. ഇത് വളരെ ആസൂത്രിതമായ നീക്കമായിരുന്നു. അവർ പ്രസംഗിച്ച അത്രയും അവർ കൊണ്ടുവന്ന വീഡിയോഗ്രാഫറെ കൊണ്ട് പകർത്തിച്ചു. ആ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് നവീൻ ബാബുവിനെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് PP ദിവ്യ വന്നത്. എന്തിനു വേണ്ടി? PP ദിവ്യയെ പോലീസ് പിന്നീട് പൊതിഞ്ഞു പിടിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഒക്ടോബർ 14-ാം തീയതി നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് PP ദിവ്യ കടന്നു വരുന്നു. നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണങ്ങൾ നിർത്തിക്കൊണ്ട് നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന് പ്രചരിപ്പിക്കുന്നു. ആ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നു. അന്ന് പ്രസംഗിച്ചപ്പോൾ PP ദിവ്യ പറഞ്ഞത് 2 ദിവസത്തിനകം ഇതിന്റെ റിസൾട്ട് നമുക്ക് അറിയാൻ സാധിക്കും, കാര്യകാരണങ്ങൾ അറിയാൻ സാധിക്കും എന്നാണ്. എന്നാൽ 2 ദിവസം കഴിഞ്ഞില്ല. ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോൾ 14-ാം തീയതി വൈകുന്നേരം PP ദിവ്യ നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിൽ സംസാരിക്കുന്നു. 2 ദിവസത്തിനുള്ളിൽ നമുക്ക് വിവരം അറിയാമെന്ന് പറയുന്നു. പക്ഷേ ഒന്ന് ഇരുണ്ട് വെളുത്ത് കഴിഞ്ഞപ്പോൾ, ഒരു രാത്രി ഇരുണ്ട് വെളുത്ത് കഴിഞ്ഞപ്പോൾ നവീൻ ബാബു തന്റെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ട് ഞെട്ടി തരിച്ചു നിന്നത്. PP ദിവ്യയ്ക്ക് നവീൻ ബാബുവിന്റെ മരണത്തിൽ കൃത്യമായ പങ്കുണ്ട്. അന്ന് മുതൽ മാധ്യമങ്ങൾ തുറന്നു പറയുന്നതാണ്. PP ദിവ്യയെ പിന്നീട് പോലീസ് അങ്ങോട്ട് പൊതിഞ്ഞു പിടിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. CPM-ന്റെ ഒളിത്താവളങ്ങളിൽ 15 ദിവസത്തോളമാണ് PP ദിവ്യ പോലീസിന്റെയും പാർട്ടിക്കാരുടെയും സംരക്ഷണയിൽ കഴിഞ്ഞത്. ഒടുവിൽ ചേലക്കരയിലും പാലക്കാടും വയനാടും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ PP ദിവ്യയെ ഇനിയും പൊതിഞ്ഞു പിടിക്കാൻ CPM-നാകില്ല എന്ന് കണ്ടപ്പോൾ പേരിന് PP ദിവ്യയുടെ പേരിൽ ഒരു കേസെടുത്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയായിരുന്നു. 15 ദിവസത്തിന് ശേഷം അവർ വീണ്ടും ജയിൽ മോചിതയായി. എന്നാൽ PP ദിവ്യക്കെതിരെ അന്നു മുതൽ ഇന്ന് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ കൃത്യമായ രീതിയിൽ ഒരു വൈരനിരാധന ബുദ്ധിയോടുകൂടി കേസുകളെടുത്ത്, കള്ളക്കേസുകളെടുത്ത്, ഇല്ലാത്ത വകുപ്പുകൾ ചേർത്ത് കള്ളക്കേസുകളെടുത്ത് ജയിലിൽ അടയ്ക്കുവാനാണ് PP ദിവ്യയും CPM സർക്കാരും ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്താണ് ഇതിന് പിന്നിലുള്ള ഒളിച്ചുകളി? PP ദിവ്യയ്ക്ക് നവീൻ ബാബുവിന്റെ മരണവുമായി എന്താണ് ബന്ധം എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും നാട്ടുകാർ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെന്തിനാണ് അത്തരം ചോദ്യങ്ങളോട് അസഹിഷ്ണുതാപൂർവ്വം പെരുമാറുന്നത്? എന്തിനാണ് സാമൂഹ്യ മാധ്യമങ്ങളെ ഇവർ വായ അടച്ചുകെട്ടി നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നത്? അതായത് ഇവർക്കെല്ലാം ഇതിൽ എന്തോ ഭയക്കാനുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ക്രൈം നന്ദകുമാറിനെതിരെ 5 കേസാണ് പിണറായി വിജയൻ സർക്കാർ ചാർജ് ചെയ്തത് എന്ന് ഓർക്കണം. മുൻപ് മറുനാടൻ മലയാളിക്കെതിരെയും കേസെടുത്ത് അദ്ദേഹത്തിന് വേട്ടയാടുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലുമെല്ലാം പോലീസ് കയറി നിരങ്ങുന്നത് കാണാമായിരുന്നു. മറുനാടൻ മലയാളിയുടെ ഓഫീസിലുണ്ടായിരുന്ന 125ഓളം കമ്പ്യൂട്ടർ അടക്കമുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കടത്തിക്കൊണ്ടുപോയിട്ട് ഇന്നും അവ തിരിച്ചു കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. അതായത് ഭരണകൂടത്തിനെതിരെ, ഭരണകൂട തീവ്രതയ്ക്കെതിരെ, ഭരണകൂടത്തിന്റെ നയവൈകല്യങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന മാധ്യമങ്ങളെ ഏത് വിധേനയും കള്ളക്കേസെടുത്ത് അല്ലെങ്കിൽ ഇല്ലാത്ത വകുപ്പുകൾ അവരുടെ പേരിൽ ചുമത്തി അവരെ നിശബ്ദരാക്കുക എന്ന നയം തന്നെയാണ് ഹിറ്റ്ലറുടെയും മുസോളിനിയെയും അതേ നയം തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരും കൈക്കൊള്ളുന്നത്. എന്തിനു വേണ്ടി? PP ദിവ്യക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ PP ദിവ്യ ഒരു സ്ത്രീ ആയതിൻ്റെ പേരിൽ ഒരു സ്ത്രീയോട് കാണിക്കാവുന്ന അല്ലെങ്കിൽ ഒരു പൗരനോട് കാണിക്കാവുന്ന എല്ലാവിധ മാന്യതയും കാണിച്ചുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ പത്രസ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ നയവൈകല്യങ്ങൾക്കെതിരെ ചോദ്യങ്ങൾ ഉയർത്തുന്നത്.
തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇനി ഈ ഭൂമിയിൽ വേണ്ട എന്നുള്ള CPM-ന്റെ നയം തന്നെയാണോ എല്ലാം പിന്തുടരുന്നത് എന്ന് തന്നെയാണ് ഓർക്കേണ്ടത്. കാരണം TP ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ RMP നേതാവിനെ CPM-ന് ഇഷ്ടമില്ലാത്ത രീതിയിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് 51 വെട്ടുകൾ വെട്ടി അദ്ദേഹത്തെ കൊന്നത് എന്നുള്ളതാണ് ചരിത്രം. അതായത് CPM-ന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആര് പറഞ്ഞാലും ആ നാവുകൾ അരിഞ്ഞ് നിശബ്ദമാക്കുക എന്നുള്ള സ്ഥിരം ശൈലി തന്നെയാണ് ഇപ്പോൾ PP ദിവ്യയും സർക്കാരും നവമാധ്യമങ്ങൾക്ക് നേരെ, സോഷ്യൽ മീഡിയയ്ക്ക് നേരെ പ്രയോഗിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. മുഖ്യധാരാ മാധ്യമങ്ങളാവട്ടെ ഇതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. കാരണം മുഖ്യധാരാ മാധ്യമങ്ങൾ മാത്രമാണ് ഇവിടെ കൃത്യമായ വിവരങ്ങൾ നൽകുന്നത് എന്നുള്ള ഒരു മിഥ്യാധാരണയിൽ തന്നെയാണ് അവർ. എന്നാൽ മുഖ്യധാരാ മാധ്യമങ്ങളെ അപേക്ഷിച്ച് കാര്യങ്ങൾ അറിയുവാൻ വേണ്ടി ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളെയാണ് ഭൂരിപക്ഷം ആളുകളും സമീപിക്കുന്നത് എന്നുള്ളതാണ് മുഖ്യധാരാ മാധ്യമങ്ങളെ വിരൽ പിടിപ്പിക്കുന്നത്. ക്രൈം ഓൺലൈനും മറുനാടൻ മലയാളിയും മലയാളി വാർത്തയുമെല്ലാം കൃത്യസമയത്ത് നേരാനേരങ്ങളിൽ നേരായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളോട് ഉണ്ടാകുന്ന അസഹിഷ്ണുത തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും നവമാധ്യമങ്ങളെ അടിച്ചൊതുക്കാം എന്നുള്ള പിണറായി വിജയന്റെയും PP ദിവ്യയുടെയും എല്ലാം മോഹം അസ്ഥാനത്ത് തന്നെയാണ്. കേരളത്തിലെ ജനങ്ങളുടെ, പ്രബുദ്ധരായ ജനങ്ങളുടെ കൃത്യമായ നിർലോഭമായ പിന്തുണ കൊണ്ട് മാത്രമാണ് നവമാധ്യമങ്ങളെല്ലാം നിലനിൽക്കുന്നത്. സത്യം പൊതുജനത്തോട് വിളിച്ചു പറയുന്ന ചുരുക്കം ചില മാധ്യമങ്ങളിൽ ഒന്നാണ് ക്രൈം ഓൺലൈനും മറുനാടൻ മലയാളിയും മലയാളി വാർത്തയും പോലുള്ള മാധ്യമങ്ങൾ. ഇതുകൊണ്ട് തന്നെ ഈ മാധ്യമങ്ങളെ ഏത് വിധേനയും ഒതുക്കേണ്ടത് തങ്ങളുടെ ഒരു ആവശ്യമാണ് എന്ന രീതിയിൽ തന്നെയാണ് സർക്കാരും PP ദിവ്യയും ഇപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നേരെ കുരച്ചു ചാടുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും നവമാധ്യമങ്ങളെ നാവരിഞ്ഞ് അല്ലെങ്കിൽ അവരുടെ കണ്ണും കാലും അടച്ചുകെട്ടി നാവ് അരിഞ്ഞു കളഞ്ഞ് നിശബ്ദമാക്കാമെന്ന് ഭരണകൂടം വിചാരിക്കുന്നുണ്ടെങ്കിൽ, പിണറായി വിജയനും PP ദിവ്യയും അടങ്ങുന്ന സർക്കാർ സംവിധാനങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് നടക്കുന്ന കാര്യമല്ല. ഞങ്ങൾക്കെതിരെ ഇല്ലാത്ത വകുപ്പുകൾ ചേർത്ത്, സത്യം തുറന്നു പറയുന്നതിന്റെ പേരിൽ ഇല്ലാത്ത വകുപ്പുകൾ ചേർത്ത് കള്ളക്കേസ് എടുത്ത് ജയിലിൽ അടച്ച് നിശബ്ദരാക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ സത്യം തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് ഞങ്ങളെ നിശബ്ദരാക്കിയാൽ നാളെ വേറെ നവമാധ്യമങ്ങൾ ഈ രംഗത്തേക്ക് കടന്നു വരും. ജനങ്ങളുടെ പിന്തുണയോടുകൂടി ഞങ്ങളെല്ലാം നിലനിൽക്കും. എന്നാൽ ഒരു കാര്യം ഞങ്ങൾ എടുത്തു പറയട്ടെ, ഞങ്ങൾ ആരെയും വ്യക്തിപരമായ രീതിയിൽ അധിക്ഷേപിക്കുന്നില്ല. ഓരോ ആളുകളുടെയും നയവൈകല്യങ്ങളെ മാത്രമാണ് ഞങ്ങൾ എടുത്തു കാണിക്കുന്നത്, അവരുടെ പ്രവൃത്തി ദോഷങ്ങൾ മാത്രമാണ് ഞങ്ങൾ എടുത്തു കാണിക്കുന്നത്. അല്ലാതെ പിണറായി വിജയനെയോ PP ദിവ്യയെയോ വ്യക്തിപരമായി ഞങ്ങൾ ഒരിക്കലും ആക്ഷേപിക്കുന്നില്ല. പക്ഷേ ഇവരെല്ലാവരും നേതാക്കന്മാരുടെ ഈ സർക്കാരിന്റെ നയവൈകല്യങ്ങളെയാണ് ഞങ്ങൾ എടുത്തു കാണിക്കുന്നത്, ഭരണകൂട തീവ്രതയാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. അത്തരത്തിൽ ഭരണകൂട തീവ്രതയെ അല്ലെങ്കിൽ നയവൈകല്യങ്ങളെ വിമർശിക്കുന്നതിന് പേരിൽ ജയിൽ കിടക്കേണ്ടി വന്നാലും ഞങ്ങൾ ഒരുക്കമാണ്. കാരണം സത്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. ഇല്ലാത്തതൊന്നും ഞങ്ങൾ ജനങ്ങളെ ധരിപ്പിക്കുന്നില്ല. നേരായ സമയത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള സാമൂഹ്യ പ്രതിബദ്ധത മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. പത്രധർമ്മമാണ് ഞങ്ങൾ അനുഷ്ഠിക്കുന്നത്. അങ്ങനെ പത്ര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ, പത്രധർമ്മം അനുഷ്ഠിക്കുന്നതിന്റെ പേരിൽ ഞങ്ങൾ ജയിലിലടച്ച് നിശബ്ദരാക്കാമെന്ന് ഭരണകൂടം വിചാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് തെറ്റി. എന്തിനാണ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള സംശയങ്ങൾ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രത്തോളം അസഹിഷ്ണുത എന്ന് ഞങ്ങൾ മനസ്സിലാകുന്നില്ല. അത്തരത്തിൽ നിങ്ങൾക്കൊരു അസഹിഷ്ണുതയുണ്ടെങ്കിൽ പൊതുജനം കൃത്യമായി സംശയിക്കുന്നു നവീൻ ബാബുവിന്റെ മരണത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പങ്കുള്ളത് കൊണ്ടാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന ഇത്തരം വാർത്തകളോട് നിങ്ങൾ മുഖം ചൊളിക്കുന്നത്, അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളെ ഈ വാർത്തകളുടെ പേരിൽ നിങ്ങൾ കയ്യാമം വെച്ച് ജയിലിലടക്കാൻ ശ്രമിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും നവീൻ ബാബുവിന്റെ മരണത്തിൽ ദുരൂഹമായ സംഭവങ്ങൾ കെട്ടഴിക്കുന്നതിന് കേരള പോലീസിന്റെ അന്വേഷണം പര്യാപ്തമല്ല. അതുകൊണ്ട് CBI അന്വേഷണം വേണമെന്ന് കാണിച്ചുകൊണ്ട് നവീൻ ബാബുവിന്റെ കുടുംബം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഹൈക്കോടതി ആ കേസ് വിശദമായി വാദം കേട്ടതിന് ശേഷം വിധി പറയുവാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. CBI അന്വേഷണം വന്നു കഴിഞ്ഞാൽ PP ദിവ്യയും സർക്കാരും സംവിധാനങ്ങൾ അടക്കം അടപടലം ജയിലിൽ പോകും എന്നുള്ള സംശയം കൊണ്ടാണോ ഇവരെല്ലാവരും നവമാധ്യമങ്ങളെ ഇപ്പോൾ വായി അടച്ചുകെട്ടി നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് അറിയില്ല. എന്തായാലും സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഞങ്ങൾ നവമാധ്യമങ്ങൾ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കും. ഭരണകൂടത്തിൻ്റെതായാലും അധികാരവർഗത്തിൻ്റെതായാലും നയവൈകല്യങ്ങൾക്കെതിരെ ഞങ്ങൾ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കും. ഞങ്ങളുടെ ജനങ്ങൾ മാത്രമാണ് ശക്തി. ജനങ്ങൾക്ക് വേണ്ടി പ്രതിബദ്ധതയുള്ള ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾ ഇനിയും സംസാരിച്ചു കൊണ്ടിരിക്കും. സത്യം മാത്രമേ ഞങ്ങൾ പറയൂ. നേരിന് വേണ്ടി നിലകൊള്ളും. ആരെയും വ്യക്തിപരമായി ഞങ്ങൾ അധിക്ഷേപിക്കില്ല. പൗരസ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഒരാളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങൾ കടന്നു കയറില്ല. പക്ഷേ പത്രസ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കാണുന്ന അനീതിക്കും അക്രമത്തിനെതിരായി ഞങ്ങൾ ശബ്ദമുയർത്തും എന്ന് തന്നെ വീണ്ടും പറയട്ടെ. ഇതിന്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വന്നാലും ഞങ്ങൾ തയ്യാറാണ്.